അപ്പോ ആ സ്വർണത്തിന്റെ കാര്യം? അത്രയും മാറ്റു കുറഞ്ഞ സ്വർണം നമ്മൾ എന്തിനാ സൂക്ഷിക്കുന്നെ? നിന്റെ സമാധാനത്തിന് വാശി പിടിച്ച് അത് മേടിച്ചെടുത്ത സ്ഥിതിക്ക് ഇനി അത് നിന്റെ കൈ തന്നെ ഇരിക്കട്ടെ. എന്തിന്? എന്റെ ശബരിയേട്ടാ, അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ല. പിന്നെ എന്തിനാ സ്വർണം കൈ വെച്ചു എന്നൊരു ചീത്തപ്പേര് കേൾക്കുന്നേ? അത് ശരിയാ. ആ സ്വർണം തിരിച്ചു കൊടുക്കുന്നത് തന്നെയാ അതിന്റെ അന്തസ്. വേണ്ട വേണ്ട വേണ്ട. ഇനി അതുമായിട്ട് തിരിച്ചു തന്നാ അത് മാഷിന് വിഷമാവും. അത് തന്നെയാണ് അച്ഛാ എന്റെ അഭിപ്രായം. നമ്മൾ കാരണം ഇനി ആ മനുഷ്യന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ വെറുതെ മണ്ടത്തിലൊന്നും പറയാതെ ദയ പറഞ്ഞു തന്നെയാ ശരി. ഒന്നിനും കൊള്ളാത്ത സ്വർണം വെറുതെ കൈവച്ചിരുന്ന് പേര് ദോഷം കേൾപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അന്തസ്സായി തന്നെ അത് തിരിച്ചു കൊടുത്ത് കാര്യം പറയുന്നതാ. അതെ, ആ സ്വർണം കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഇല്ലായിരുന്നു എന്ന് അവരൊന്നറിയട്ടെ. ആ അതെ ശബരേട്ടാ, അതാ ശരി. ഇവർക്കെല്ലാം മനസ്സിലായിട്ടും ശബരേട്ടന് മാത്രം എന്താ കാര്യം മനസ്സിലാവാത്തെ? അതേടാ. ശരി, നീ എന്താന്ന് വെച്ചാ ചെയ്യ്. പക്ഷെ ഇതിന്റെ ഒന്നും പുറകെ നടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ വരികയില്ല. അത് പറ്റില്ല. ശബരേട്ടൻ എന്റെ കൂടെ വരണം. ഈ സ്വർണം തിരികെ കൊടുക്കുന്നതോടെ ഞാൻ എല്ലാം അവസാനിപ്പിക്കാം. അത് നിന്റെ കാര്യം. ഞാൻ വരില്ലെന്ന് പറഞ്ഞാ വരില്ല ദയേ. അതെന്താ അങ്ങനെ? നിങ്ങൾ ഒന്നിനും കൂടെ വരാത്തോണ്ടാ നമുക്കിടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എല്ലാവരും കരുതിയിരിക്കുന്നത്. എന്തിനാ വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? നീ ദയ പറയണ പോലെ ഒപ്പം ചെല്ലാൻ നോക്ക്. നീ ചെല്ലാത്തതുകൊണ്ട് ദയക്കൊരു നാണക്കേട് ഉണ്ടാവാൻ പാടില്ല. ഞാൻ വരാം. മതി.